പതിവ് പോലെ ഇക്കുറിയും പാകിസ്ഥാൻ്റെ ചോദ്യം തെളിവെവിടെ തെളിവെവിടെ എന്നാണ്. ഇന്ത്യ കൃത്യമായ തെളിവുകൾ പാകിസ്ഥാനും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലും വെച്ചിരിക്കുകയാണ്. എന്താണ് സർ ആ പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ത്യ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഈ പണ്ടേ പാകിസ്ഥാൻ്റെ ഒരു തിരികെയുള്ളൊരു ചോദ്യമായിരുന്നു തെളിവ് എവിടെ എന്നുള്ളത്. എന്തിനും ഏതിനും ലോക കോടതിയിൽ എത്തുമ്പോൾ തെളിവ് വേണമല്ലോ, ശരിയാണ്. പക്ഷേ ഇത് ചെയ്തത് മുഴുവൻ അല്ലെങ്കിൽ ചെയ്യിച്ചത് മുഴുവൻ പാകിസ്ഥാനാണെന്ന് ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്, പകൽ പോലെ സത്യവുമാണ്. തെളിവിൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ്. പക്ഷേ ഇവിടെ ഇന്ത്യ അത് ആദ്യമേ തന്നെ അത് കാര്യങ്ങളെല്ലാം കൃത്യമായി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. തെളിവുകൾ കൊടുക്കാൻ തയ്യാറാണ്. അതിൻ്റേതായ ഡിജിറ്റൽ രേഖകൾ 30 അംബാസഡർമാരുമായി ചർച്ച നടത്തി ഭീകരവാദികളുടെ ഇലക്ട്രോണിക് കൊപ്പുകൾ പാകിസ്ഥാനിലെ 2 കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അത് വലിയ തെളിവാണ്. പിന്നെ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി ഇന്ത്യയിൽ എത്തി ഒളിച്ചു പാർത്ത ഭീകരവാദികളെ കണ്ടെത്താനായിട്ടുണ്ട്. അതും തെളിവാണല്ലോ. ഇവരുടെ മുൻകാല പ്രവൃത്തികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ പല ദൃക്സാക്ഷികളും ഉണ്ട്. ഇങ്ങനെ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നിൽക്കുകയാണ്. പ്രധാനമന്ത്രി 13 ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാരുമായിട്ട് തലവന്മാരുമായിട്ട് ടെലഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ പിന്തുണയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 13 ലോകരാജ്യങ്ങൾ മാത്രമല്ല, അതിലും കൂടുതലായിട്ട് പ്രധാനമായിട്ടും 13 രാജ്യങ്ങളുടെ. അപ്പോൾ ഈ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ കൈമാറിയ സാങ്കേതിക തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരമാണ് ഇന്ത്യ ലോകരാജ്യങ്ങളെ ഇപ്പോൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ദൃക്സാക്ഷികളടക്കം നിർണായക തെളിവുകൾ ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഇന്ത്യ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ തെളിവുകളിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ പെട്ടി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം ഇതാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ പറ്റും. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് മാനുഷിക പരിഗണനയെ വെല്ലുവിളിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ രംഗത്ത് വന്നല്ലോ. നമ്മുടെ രാജ്യത്ത് നിന്നും അങ്ങനെയൊക്കെ പലരും വരികയുണ്ടായി. പക്ഷേ നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന, നിരപരാധികളെ തകർത്ത, ജീവൻ ഇല്ലാതാക്കിയ ഈ ശത്രു രാജ്യത്തിനോട് ഇത്തരത്തിലുള്ള ചില നിലപാടുകളിലേക്ക് പോകാനാണ് ഇന്ത്യയുടെ തീർച്ചപ്പെടുത്തൽ. ഇത്തരത്തിലുള്ള ചില തെളിവുകൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ പാകിസ്ഥാൻ്റെ മേൽ പല രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. അതെ, വലിയ ബുദ്ധിമുട്ടിലാവും. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. ഒരു വ്യക്തിയുടെ കാര്യം നോക്കിയാൽ പോലും പാകിസ്ഥാനെ സംബന്ധിച്ച് ദാരിദ്ര്യം അതിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്നു. അത് സാമ്പത്തിക നില തകർന്നടിഞ്ഞിരിക്കുന്നു. ഭക്ഷണമില്ല, ധാന്യങ്ങളില്ല, എന്താ പറയേണ്ട, വിദേശ നാണയ കരുതൽ ശേഖരമില്ല. അതുപോലെ തന്നെ ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ, ഇന്ധനം ഇല്ല. ഇങ്ങനെ എല്ലാ തരത്തിലും പാകിസ്ഥാൻ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ കൂടെ ഉപരോധം കൂടി വന്നാൽ എന്താകും അവസ്ഥ? അല്ല, ഭീകരവാദത്തിന് പൈസ ഉണ്ടല്ലോ. അതിനുള്ള അവരെ പരിശീലിപ്പിക്കാൻ, അവർക്കുള്ള ആയുധ സന്നാഹങ്ങൾ, അവരെ പോറ്റാൻ, അവർക്ക് തലയെണ്ണി പണം കൊടുക്കാൻ ഒക്കെയുണ്ട്. അതിന് പണമുണ്ടല്ലോ. അവിടുത്തെ രാജ്യത്തെ ജനങ്ങൾ ഇതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം, നല്ലവരായ ആൾക്കാരും ഉണ്ട്, പെട്ടുപോയിട്ടുണ്ട്. ഇപ്പം ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയും പാകിസ്ഥാനികൾ ഇല്ലേ? ഇവിടെ തന്നെ അങ്ങ് ആയിപ്പോയി അല്ലേ? പാകിസ്ഥാൻ പൗരത്വം ഉണ്ട്, പക്ഷേ ഇവിടെ വിസ എടുത്ത് ഇവിടെ കഴിയുന്നു, ഇവിടെ ജീവിച്ചു പോകുന്നു. അവരുടെയൊക്കെ ഒരു രോദനം കഴിഞ്ഞ ദിവസം കേൾക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളെങ്ങനെ എങ്ങോട്ട് പോകും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇന്ത്യ കടുത്ത നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇത്തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അമേരിക്ക മുമ്പിൽ നിൽക്കും. ട്രംപ് കാരണം പലവട്ടം പാകിസ്ഥാനുമായിട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. പാകിസ്ഥാൻ പിടികൊടുക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഈ കശ്മീർ ഇത്രത്തോളം ഇന്ത്യയിൽ വളർന്നു കയറി ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരിടമായി മാറിയതാണ് പാകിസ്ഥാനെ ഏറെ അലോസരപ്പെടുത്തിയ കാര്യമെന്ന് പറയുന്നത്. അവർക്കത് താങ്ങാൻ പറ്റുന്നില്ല.
ഇത് തങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായി എടുത്തത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരാഴ്ചയ്ക്ക് മുമ്പ് സേനാ മേധാവി തന്നെ പറയുകയുണ്ടായല്ലോ, ഞങ്ങളിത് എടുത്തിരിക്കും എന്നുള്ള രീതിയിലൊരു പ്രസ്താവന നടത്തി. അതിന് പിന്നാലെ അതെ, അതിന് പിന്നാലെയാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഈ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ മുമ്പും പല രാജ്യങ്ങൾക്കും മറ്റു പല രാജ്യങ്ങൾ ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, മറ്റൊരു വലിയ വെല്ലുവിളി ഇവിടെ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ബലൂചിസ്ഥാൻ വിമോചന പോരാട്ടം, അതുപോലെ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാൻ ഒരു തരത്തിലും പാകിസ്ഥാനുമായിട്ട് ചേർന്ന് പോകുന്നില്ല. ഈ സിന്ധ് പ്രവിശ്യയും പഞ്ചാബ് പ്രവിശ്യയും ഒക്കെ ബലൂചിസ്ഥാനുമായിട്ട് അവർ നിരന്തരം സംഘർഷത്തിലാണ്. ഇതിന് കൂടാതെ തന്നെ അഫ്ഗാനിൽ നിന്നുള്ള വെല്ലുവിളിയും കടന്നുകയറ്റവും ആക്രമണങ്ങളും, പാക് സൈന്യത്തിന് നേരെ തന്നെ ആക്രമണം നടക്കുന്നു, നിരവധി പാക് സൈനികർ കൊല്ലപ്പെടുന്നു. ഈ ബലൂചിസ്ഥാനിൽ അവിടെ അവർ ഒരു ട്രെയിൻ തന്നെ തട്ടിക്കൊണ്ടുപോയി, ബന്ദികളാക്കി. ഈ സാഹചര്യത്തിൽ ഉപരോധം കൂടെ വന്നാൽ പാകിസ്ഥാൻ എന്ത് ചെയ്യും? ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല തീർന്നത്. എന്ന് വെച്ചാൽ ഇതിനെ അതിജീവിക്കുമെന്നല്ല. അവിടുത്തെ ഒരു രാജ്യത്ത് ജനങ്ങളുടെ സുരക്ഷ, അവരുടെ സമ്പൽ സമൃദ്ധി, അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതൊക്കെയാണ് എപ്പോഴും രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ലക്ഷ്യം വെക്കുന്നത്. രാജ്യത്തിൻ്റെ തുകയും അങ്ങനെ അത്തരത്തിലാണ് വിനിയോഗിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിന്, ഭക്ഷണത്തിന് മാറ്റിവെക്കുന്നത് എന്തുകൊണ്ടാണ്? വികസന കാര്യങ്ങൾക്ക്. അവിടെ എന്താ, അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവിടെ ജനങ്ങൾ മരിച്ചു വീഴുന്നുണ്ടാകാം, ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടാകാം, ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടാകാം. ഇതൊന്നും അവിടുത്തെ ഭരണാധികാരികൾക്കോ സേനകൾക്കോ ഒന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. ഭരണാധികാരികൾ പോലും ആ ഇരിക്കുന്ന സമയത്തേ ഉള്ളൂ. അവർ ഭരണത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ജയിലറയ്ക്കകത്താണ്. അതാണല്ലോ അവിടുത്തെ ആരാണ്? ഇമ്രാൻഖാൻ എവിടെ കിടക്കുക? ജയിലിൽ കിടക്കുകയാണ്, പ്രതിപക്ഷ നേതാവാണ്. പിന്നെ ഒന്നുകിൽ ജയിലറ ഭരണാധികാരിയായിരുന്നു, ഒന്നുകിൽ ജയിലറയിലോട്ട് പോകും, അല്ലെന്നുണ്ടെങ്കിൽ കഴുകുമരത്തിലേക്ക്. ഭൂട്ടോയുടെ കാര്യം നമുക്കറിയാവുന്നല്ലേ. അങ്ങനെ നിരവധി പേരല്ലേ. ഇത് പാകിസ്ഥാൻ്റെ ഒരു ചരിത്രമാണ്. ആ ചരിത്രം അറിയാവുന്നവർക്ക് ഇവർക്ക് ഇങ്ങനെ പല വഴികളിൽ കൂനിന്മേൽ കുരു പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിക്കുന്നു എന്നൊന്നും അവർക്കതൊരു പ്രശ്നമേ അല്ല എന്നുള്ളതായി തീർന്നു. കാരണം അവർക്ക് നാശം തന്നെയാണ്, അല്ലാതെ ഇതിനെ മുഴുവൻ അതിജീവിച്ചു പോകാനുള്ള ഒരു സമ്പദ് വ്യവസ്ഥയൊന്നും അവർക്കില്ല, കരുത്തില്ല. ഇപ്പൊ ഈ നദീജലം മരവിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ പഞ്ചാബും സിന്ധും വരണ്ടുണങ്ങും, മരുഭൂമിയാകും. വലിയ ഗുരുതരാവസ്ഥയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടനെ പറഞ്ഞത് ഇത് ജലയുദ്ധമായി പരിഗണിക്കും, പിന്നെ ഇന്ത്യക്കാരുടെ രക്തം അതിലൂടെ ഒഴുക്കും എന്നൊക്കെ പറഞ്ഞത്. ഇതിന് ഈ നദീജല കരാർ മരവിപ്പിക്കുന്നതിന് ലോകരാജ്യങ്ങളുടെ പിന്തുണയും ഇന്ത്യക്ക് ഉണ്ടെന്നുള്ളതാണ്. അത്രയും പിന്നെ തക്കതായ തെളിവും കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് ഇനി ഇത് പാകിസ്ഥാൻ്റെ ഈ പോക്ക് ഇത് തീരുകൂടെ വച്ച് ഒന്നുകിൽ ഇവർ ഭീകരവാദം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇല്ലാതാകും. ഈ ഭൂമിയായിട്ട് മുറിഞ്ഞു ഗാസയുടെ അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുവരണമെന്നുള്ളത്. എന്നാലേ ഇത് പഠിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.